ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ദ പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതായത് ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ സ്വന്തം കൊടൈക്കനാലിലേക്കാണ്. ഇന്ന് ഞാൻ ഒറ്റക്കല്ല ഈ ഒരു യാത്ര പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ട്. ഇതെല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പോൾ ബാക്കി നമുക്ക് കൊടൈക്കനാൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും മറ്റു കാഴ്ചകളും കാണാം. അപ്പോൾ അങ്ങനെ അവസാനം ഞാനിതാ കൊടൈക്കനാലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റൂം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ഫാമിലി മറ്റുള്ളത് കൊണ്ട് തന്നെ ഒരു ലോക്കൽ റൂമിന് പകരം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കോട്ടേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിൽക്കുന്നത് നമ്മുടെ കൊടൈക്കനാൽ ലേക്കിൽ നിന്നും ഒരു അല്പ ദൂരം, ഒരു 1 കിലോമീറ്റർ ഉള്ളോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ബഡ്ജറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 റൂം അടങ്ങുന്ന ഒരു കോട്ടേജിന് ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളത്, അതായത് അവർ റേറ്റ് പറഞ്ഞിട്ടുള്ളത് 3500 രൂപയാണ്. ഏകദേശം 1000 സംതിങ് റുപ്പീസ് നമുക്ക് ഒരു ഫാമിലിക്ക് എക്സ്പെൻസ് വരുന്ന രീതിയിൽ. പക്ഷേ റൂമും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള റൂമുകളിൽ ഒന്ന്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്ക്. അത്യാവശ്യം കുറച്ച് വേണ്ട ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ TV യൂണിറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബെഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ഡബിൾ ബെഡാണിത്. പിന്നെ എനിക്കിവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ വ്യൂ ആണ്. ഇത് ബാൽക്കണി കേട്ടോ. ബാൽക്കണി ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഈ ബാൽക്കണി ഇങ്ങോട്ട് തുറന്നു വരുമ്പോഴുള്ള ലുക്ക് എനിക്കൊന്ന് കാണിച്ചു തരാം. നോക്ക്. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരല്പനേരം വിശ്രമിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. കൊടൈക്കനാലിൽ നമുക്ക് കാണാൻ വേണ്ടി ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ അതിലെല്ലാം തന്നെ ഇന്ന് കാണാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം സമയം കുറച്ച് വൈകി പോയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന പരമാവധി സ്ഥലങ്ങൾ ഇന്ന് കണ്ടു തീർക്കും. അല്ലാത്തവ നാളെ കാണാം എന്നാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു പ്ലാനോട് കൂടി ഞങ്ങൾ ആദ്യം തന്നെ പോയത് കോക്കേഴ്സ് വാക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ കൊടൈക്കനാൽ ലേക്കിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്പോട്ടിലേക്കാണ്. കൊടൈക്കനാൽ ലേക്കിൽ നിന്നും ഒരല്പം ദൂരത്തായിട്ട് മാത്രമാണ് ഈ ഒരു സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാക്ക് വേ ആണ്. അതായത് ഒരുപാട് ഹൈറ്റിലായിട്ടുള്ള ഒരു വലിയൊരു മലയുടെ സൈഡിലൂടെയുള്ള ഒരു വാക്ക് വേ. അപ്പോൾ ഈ ഒരു വാക്ക് വേയിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് താഴെയായിട്ട് കൊടൈക്കനാൽ നഗരം വളരെ ഭംഗിയോടുകൂടി കാണാൻ സാധിക്കും. അതുകൂടാതെ അങ്ങ് ദൂരത്തായിട്ട് വലിയ വലിയ മലനിരകളും മുകളിലായിട്ട് മേഘങ്ങളും ഒരല്പം കോടമഞ്ഞും കൂടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ച അതിഗംഭീരമാണ്, മനോഹരവുമാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന സമയം എന്ന് പറയുന്നത്. ഇവിടേക്കുള്ള ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരം വരുന്ന ഈ ഒരു വാക്ക് വേയുടെ സൈഡിലായിട്ട് അത്യാവശ്യം കടകളും മറ്റും ഉണ്ടായിരിക്കും. നമുക്ക് ടീ ആൻഡ് സ്നാക്സും അതേമാതിരി തന്നെ മറ്റ് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മാരകമായിട്ടുള്ള പനോരമിക് വ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മളിത് കോക്കേഴ്സ് വാക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാം. ഇത് നമുക്ക് കോക്കേഴ്സ് വാക്കിന് ഇടുന്ന് 1 കിലോമീറ്റർ കുറച്ച് മുന്നോട്ടേ വന്നു കഴിഞ്ഞാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ടാവും. നടന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റിലെത്തും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കൊടൈക്കനാൽ ലേക്കിൻ്റെ ഒരു വളരെ വലിയൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കാരണം ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത് ശരിക്കും റൗണ്ട് ഷേപ്പിലല്ല, പകരം നക്ഷത്ര ആകൃതിയിലാണ് നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് മുഴുവനായിട്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് അത്ര വലിയൊരു സംഭവം ഒന്നല്ല, എന്നിരുന്നാൽ കൂടി ഒരു സ്പോട്ടായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം കാണാം.
അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇമ്രാൻ ബിരിയാണി എന്ന് പേരുള്ള ഒരു ബിരിയാണി കട ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ ഭക്ഷണം കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടെ കാണാം. ഇപ്പം ഞാനുള്ളത് നമ്മുടെ കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനുകൾ ഒന്നാണ് ഈ ഒരു ലേക്ക്. കൊടൈക്കനാലിൻ്റെ സിറ്റിയുടെ നടുക്കാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഹോഴ്സ് റൈഡ് എടുക്കാം, അല്ലെങ്കിൽ സൈക്കിൾ സഫാരി ചെയ്യാം, അതുപോലെ ഇതേമാതിരിയുള്ള ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ലേക്ക് ഇവിടുത്തെ അടിപൊളി ഒരു അട്രാക്ഷനാണ്. അത് മിസ് ചെയ്തതാരും. അപ്പോൾ ഇവിടെ ഇറങ്ങണം, പിന്നെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഈ ലേക്കിന് ചുറ്റിലുമായിട്ട് റോഡ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കാറുകളും അതേമാതിരി തന്നെ നമ്മുടെ ബൈക്കും പിന്നെ നടന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു റോഡുണ്ട്. അങ്ങനെ റെസ്ട്രിക്റ്റഡ് എൻട്രി കാര്യങ്ങളൊന്നും, പിന്നെ വൺ വേ ആണെന്ന് മാത്രം, ഒരു സൈഡേ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ചുറ്റി കളിക്കണം. നമ്മുടെ കോഴിക്കോടുള്ള മാനാഞ്ചറില്ലേ, അതേപോലെ തന്നെ തൃശ്ശൂരുള്ള തൃശ്ശൂർ റൗണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് ഈ ഒരു ലേക്കിൻ്റെ ഫുൾ വ്യൂ കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ വേണ്ടി ഈ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി. അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാം. അല്ലെങ്കിൽ ഇവിടെ സൈക്കിളുകളുണ്ട്. ഇപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടാനൊക്കെ പറ്റുന്ന ആളുകളാണെങ്കിൽ സൈക്കിൾ സഫാരി ഉണ്ട്. അതുതന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റേ ഡബിൾ ഡെക്കർ സൈക്കിളുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതാ ഇതൊക്കെ സൈക്കിൾസാണ്, റെൻറ്റ് കൊടുക്കാനുള്ള സൈക്കിൾസാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ സൈക്കിളൊക്കെ എത്ര റേറ്റ്? ഇത് ഡബിൾ ഇല്ല, ഡബിൾ 150, സിംഗിള് 100. അപ്പോൾ ഡബിൾ സൈക്കിൾ ഉണ്ട്. അപ്പോൾ 2 പേർക്ക് ചവിട്ടി പോകാൻ പറ്റുന്നത്, അതിന് 150 രൂപ. പിന്നെ ഇത് ചെറുതാണ്, ഇത് സിംഗിളാണ്. അപ്പോൾ ഇതിന് 100 രൂപ. എത്ര ടൈം ഉണ്ടാവും? അരമണിക്കൂർ ആട്ടോ സമയം. അരമണിക്കൂർ നമുക്ക് സമയം കിട്ടുന്നതാണ് ഇത് ചവിട്ടാൻ വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ട്. ഹോഴ്സ് റൈഡൊക്കെ എത്ര റേറ്റ് ഉണ്ടാവും? 200 to 600. ഹോഴ്സ് റൈഡ് ഏകദേശം 200 മുതൽ 600 വരെയാണ് അവർ ടൈമിനൊക്കെ അനുസരിച്ച് ചാർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ സെറ്റപ്പുകൾ ഈ ലേക്കിന് ചുറ്റും വരും. പിന്നെ ലേക്കിന് ചുറ്റും നല്ല കിടലൻ ഫുഡ് സ്പോട്ടുകളുണ്ട്. അങ്ങനെ ഒരു എൻ്റർടൈനിങ് സ്പോട്ടാണ് കൊടൈക്കനാൽ ലേക്ക്. അങ്ങനെ ലേക്കിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഗുണ കേവ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഫോറസ്റ്റ് റൂട്ടിലേക്കാണ്. അപ്പോൾ ഈ റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വൈകിട്ട് 4:30 വരെയുള്ള ഈ റൂട്ട് ഓപ്പൺ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ റൂട്ട് ക്ലോസ് ചെയ്യും. ഇതൊരു വൺ വേ റൂട്ട് കൂടിയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുണ കേവ് കാണണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ റൂട്ടിലേക്ക് വേഗം തന്നെ പ്രവേശിച്ചു. ഞങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മൂവിയിലൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള ഗുണ കേവിലാണ്. അപ്പോൾ ഗുണ കേവിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു. ഗുണ കേവിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഗൂഗിളിൽ കാണിക്കുന്നത് 10 രൂപയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് അവർ 20 രൂപ എന്നോട് വാങ്ങിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂടുതൽ ചോദ്യം ചെയ്യാനും പോയില്ല, കാരണം ഞങ്ങൾക്ക് സമയം വളരെ കുറവായിരുന്നു. ഒന്നാമത് ഇത് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. ഗുണ കേവിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു ഫിലിം ഇത്രയ്ക്ക് ഹിറ്റായത് അത്രയും ആളുകൾ അത് കണ്ടതുകൊണ്ടാണ്. അപ്പോൾ അതിൽ പറയുന്ന പോലെ തന്നെ അത്രമാത്രം ഭീകരത ഒളിപ്പിച്ചു വെച്ച ഒരു ഇടമാണ് ഈ ഒരു ഗുണ കേവ് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ശരിക്കും ഗുണ കേവ് കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ കാണുന്ന ഇരുമ്പ് വേലിക്കപ്പുറമാണ് ശരിക്കും പറയുന്ന ഗുണ കേവ് ഉള്ളത്. അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുന്നതിനാൽ തന്നെ ആർക്കും തന്നെ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ നിരാശരാകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഗുണ കേവ് ഉൾപ്പെടുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ദൃശ്യഭംഗി എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഈ വേരുകളൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക കാഴ്ചയാണ്. കുറച്ച് കോടമഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ അതിനേക്കാൾ ഗംഭീരമാണ്.
അപ്പോൾ അങ്ങനെ ഗുണ കേവിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലം നോക്കി പോവാം. അപ്പോൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് മോയാർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ആണ്. ഇതൊരു കിടലൻ സ്പോട്ടാണ്. ഗുണ കേവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് എത്തും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് കയറി നോക്കാം. ഇതാണ് വാച്ച് ടവർ വരുന്നത്. അങ്ങനെ കൊടൈക്കനാലിലെ എല്ലാ പരിപാടികളും സൈറ്റ് സീയിങ് എല്ലാം ഞങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. കരയല്ലേ. അപ്പോൾ അത്യാവശ്യം അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഇറ്റ്സ് മീ ശ്യാം വിശ്വാസ് സൈനിങ് ഓഫ്.